തറാവീഹ് റക്അത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില ചർച്ചകൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഒരു വിശദീകരണം എന്നാണ്. ഒരു അനാവശ്യമായ ചർച്ച, ഒരു ഫിത്നയായി ഇറക്കി എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. തറാവീഹ് വിഷയത്തിൽ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, ലോകത്ത് പല ചർച്ചകളുണ്ട്, ശരിയാണ്. തറാവീഹ് റക്അത്തിന്റെ എണ്ണത്തിൽ പല ചർച്ചകളുമുണ്ട്. ഈ ചർച്ച നടത്തിയ ഏത് കിതാബെടുത്താലും, ചർച്ചകൾ നടത്തിയ ഏത് കിതാബെടുത്താലും, ഇനി ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി മദ്ഹബുകളിലാണെങ്കിലും ഏത് കർമ്മശാസ്ത്ര വഴി സ്വീകരിച്ചാലും അവിടെയൊന്നും ഒരാളും പറഞ്ഞിട്ടില്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറാവീഹ് 20 ആണെന്നോ 30 ആണെന്നോ 40 ആണെന്നോ 50 ആണെന്നോ ഒരാളും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഏകോപിച്ച കാര്യമാണ് നബിയുടെ നിസ്കാരം 11 ആണ്. അത് തർക്കമില്ല. നബിയുടെ നിസ്കാരം 11 ആണ്. പിന്നെ എന്താണ് ചർച്ച വരാൻ കാരണം? നബി നിസ്കരിച്ചത് 11 ആണെങ്കിലും അതിലേറെ നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ? അതാണ് പണ്ഡിത ലോകത്തെ ചർച്ച. അങ്ങനെ ചർച്ച വരാൻ പാടുണ്ടോ ചോദിച്ചാലോ, പാടുള്ള മേഖലയുണ്ട്, പാടില്ലാത്ത മേഖലയുണ്ട്. പാടുള്ള മേഖലയുണ്ട്, പാടില്ലാത്തുണ്ട്. ഉദാഹരണം, മഗ്‌രിബിന് ശേഷം 2 റക്അത്ത് സുന്നത്ത്. അപ്പം നബിൻ്റെ കാലത്ത് 2 ആണെങ്കിലും നമ്മൾ 4 ആക്കുക എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ സുന്നത്ത് നോമ്പ് എത്ര നോറ്റു? നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ചില മാസം നബി തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മാത്രം നോറ്റിട്ടുള്ളൂ. ചില മാസങ്ങൾ ചിലപ്പോൾ തീരെ നോക്കാത്ത മാസം പോലും ഉണ്ട്. നമ്മളെല്ലാ മാസത്തിലും ഒരു 15 ദിവസം നോമ്പ് നോറ്റും. നബിനേക്കാളും വലിയ നോമ്പ് എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കാൻ പറ്റുമോ? ഇല്ല. നബിയുടെ അംഗീകാരമുണ്ട്. അപ്പോൾ 2 തരം ഇബാദത്തുണ്ട്. ഒന്ന്, പ്രത്യേകമായ രൂപവും ഭാവവും എണ്ണവും പഠിപ്പിച്ചത്. അതിൽ കൂട്ടാനും കുറയ്ക്കാനും പറ്റൂല. നിസ്കാര ശേഷമുള്ള സുബ്ഹാനല്ലാഹ് 33, 34 ആക്കാൻ പറ്റൂല, 32 ആക്കാൻ പറ്റൂല. എന്നാൽ അങ്ങനെ പ്രത്യേകം കൽപ്പിക്കപ്പെടാതെ ഇബാദത്ത് നിലയ്ക്ക് പ്രോത്സാഹിപ്പിച്ചവയുണ്ട്. ദിക്ർ എപ്പോഴും ചെല്ലാം, സ്വലാത്ത് എപ്പോഴും ചെല്ലാം, ഖുർആൻ എപ്പോഴും ഓതാം, സദഖ എത്രയും ചെയ്യാം, നിസ്കാരം എപ്പോഴും നിസ്കരിക്കാം. ഇങ്ങനെ സ്വതന്ത്രമായ ഇബാദത്ത് എത്രയും വർദ്ധിപ്പിക്കാം. ഒരാൾക്ക് എത്രയും നിസ്കരിക്കാം. 3 നേരത്ത് പാടില്ല. സൂര്യൻ ഉദിച്ച് വരുമ്പോൾ പാടില്ല, സൂര്യൻ നേരെ മധ്യത്തിൽ വരുമ്പോൾ ദുഹറിന് മുമ്പുള്ള സമയത്ത് പാടില്ല, സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോൾ പാടില്ല. ഈ 3 സമയത്ത് നിസ്കാരം പാടില്ല. അല്ലാത്ത ഏത് സമയത്തും ഒരാൾക്ക് എത്ര നിസ്കരിക്കാം. മുത്തലക്കായ നിരുപാധികമായ നിസ്കാരം എത്രയുമാകാം, വിരോധമില്ല. തറാവീഹ് നിസ്കാരം ഇത് 2-ൽ ഏതിൽ പെടുന്നു എന്നതാണ് ചർച്ച. നബി നിസ്കരിച്ച് 11, ശരി. 11-ലേറെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരാൾക്ക് എത്രയുമാകാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അവരാണ് വ്യത്യസ്തങ്ങളായ എണ്ണങ്ങളെപ്പറ്റി പഴയകാലം മുതൽ തന്നെ ചർച്ച ചെയ്തത്. ആ ചർച്ച ബിദ്അത്താണെന്ന് മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. ലോകത്ത് അനാവശ്യമായ ചർച്ച ഇവിടെ കൊണ്ടുവന്നതുമല്ല. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ തറാവീഹ് 20 അത് ബിദ്അത്ത് തന്നെയാണ്. അതിന് ഇനിയും വേണ്ടി നമുക്ക് സംവാദം നടത്തുകയും ചെയ്യാം. ഈ കിതാബ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ബേജാർ നമുക്കില്ല. എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിൽ തറാവീഹ് 20 മക്കത്തുള്ള തറാവീഹ് 20 അല്ല. നമ്മുടെ നാട്ടിലെ 20 ലോകത്തെവിടെയും കാണുന്ന 20, 36, 45 അല്ല. ഇവിടുത്തെ സമസ്ത പള്ളിയിൽ പോയിട്ട് തറാവീഹിന്റെ വിഷയം സംസാരിച്ചു നോക്കുക. ഒരു എന്താണ്, നിങ്ങൾ തറാവീഹ് വെട്ടിച്ചുരുക്കില്ല, 11 വെട്ടിച്ചുരുക്കില്ല, തറാവീഹ് 20 ആണ്. സലഫികൾ വെട്ടിച്ചുരുക്കില്ല, 11 തറാവീഹ് അല്ല, 11 വിത്രാണ് എന്നാണ്. നബിതങ്ങളുടെ സുന്നത്തായ 11 തറാവീഹായി പരിഗണിക്കുന്നേയില്ല. തറാവീഹ് 20. നീ സുന്നിപ്പള്ളി പോയിട്ട് 35 നിസ്കരിച്ച് നോക്കുക, കച്ചറ ഉണ്ടാവില്ലേ? അവിടെ പോയി 35 നിസ്കരിച്ചാൽ പ്രശ്നം ഉണ്ടാകും. അവിടെ 20 അപ്പുറത്തേക്കും പറ്റൂല, അപ്പുറത്തേക്കും പറ്റൂല. 20 പ്രത്യേകമായി എണ്ണമാക്കി വെച്ചു. അത് സുന്നത്തായി മനസ്സിലാക്കി. അതാണ് അസ്ർ എന്ന് പറഞ്ഞു. അതിനപ്പുറം ഒന്നും പറ്റൂല എന്ന് പറയുമ്പോൾ നബി പഠിപ്പിക്കാത്ത എണ്ണത്തിന് സവിശേഷത കൽപ്പിക്കൽ വന്നു. അത് ബിദ്അത്തായി. നേരെ മറിച്ച് സുന്നിയാൾ പറയാം തറാവീഹ് 11 തന്നെയാണ്, ഏറെ കുഴപ്പമില്ല. അതുകൊണ്ട് ഞങ്ങൾ പള്ളി ചിലപ്പോൾ 20 ഉണ്ടാവും, ചിലപ്പോൾ 30 ഉണ്ടാവും, ചിലപ്പോൾ 50 ഉണ്ടാവും, ഞങ്ങൾ അങ്ങനെ എണ്ണം നോക്കലില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ സംഭവത്തിന് പോകില്ല. കാരണം അതിന് വേണമെങ്കിൽ അവർക്ക് ചില പണ്ഡിതന്മാരുടെ അസുരുണ്ട് എന്ന് പറയാം. അതുകൊണ്ടാണ് ലോകത്ത് ഇവിടെ 20 ഉണ്ട്, 11 ഉണ്ട്, 12 ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കലില്ല. എന്തുകൊണ്ടാണ് ഈ അസുര അവിടെ ഉള്ളത്? ഹറമിൽ 20 നിസ്കരിക്കുന്ന ആൾ ഇമാമിന് ചോദിക്കുക തറാവീഹ് എത്ര സുന്നത്ത്? 11 ആണ്. പിന്നെ എന്താ ഇവിടെ 20? അത് വർദ്ധിക്കുന്നതിന് കുഴപ്പമില്ല, അതേ പറയുള്ളൂ. അഥവാ നബിയുടെ തറാവീഹ് നിസ്കാരം ഇശാക്ക് ശേഷം ആരംഭിച്ച് സുബഹി വരെ ഉണ്ടാകും ഏകദേശം. ആയിഷ ബീവി പറയാ യുസല്ലി 40, നബി ഞങ്ങൾ ആദ്യം 4 നിസ്കരിക്കും. അഥവാ 2-2 4 നിസ്കരിക്കും. ലാ തസൽ അൻ നുസ്നിഹിന്ന വതൂലിഹിന്ന, അതിന് ദൈർഘ്യവും അതിന് സൗന്ദര്യവും നീ ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ പറഞ്ഞു തരാൻ കഴിയില്ല. അത്രയും ദീർഘമായ ഖുർആനോദി, അത്രയും സുന്ദരമായ ഖുർആനോദി നബി തങ്ങൾ നിസ്കരിക്കും. അങ്ങനെ 4 റക്അത്ത് കഴിഞ്ഞാൽ നബി ഒന്ന് കിടക്കും. ചിലപ്പോൾ ആ കിടത്തങ്ങനെ കുറച്ച് നീണ്ടുപോകും, കണ്ണൊന്നിങ്ങനെ മയങ്ങും. അപ്പം ആയിഷ ബീവി ചെന്ന് വിളിക്കും, അല്ല നബി എന്തെങ്കിലും ഉറങ്ങുകയാണോ? അത്തനാമു ഖബല അൻ തൂത്തിറ, നബിയെ ഒറ്റയാക്കിയിട്ടില്ലല്ലോ, അതിന് മുമ്പ് ഉറങ്ങുകയാണോ? രാത്രി നിസ്കാരം ഒറ്റയിലാണ് നബി തങ്ങൾ അവസാനിപ്പിക്കാറുള്ളത്. അപ്പം 4 ആയുള്ളൂ, 4 ഇരട്ടാണല്ലോ, ഒറ്റയാക്കാതെ ഉറങ്ങുകയാണോ? അപ്പം മറുപടി ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി, ആയിഷ എൻ്റെ കണ്ണേ ഉറങ്ങുന്നുള്ളൂ, കൽബ് ഉറങ്ങുന്നില്ല. അമ്പിയാക്കളുടെ പ്രത്യേകതയാണ്, കൽബ് ഉണർന്നിരിക്കും, കണ്ണ് മാത്രം ഉറങ്ങും. നബിമാർക്കുള്ള നമുക്കില്ല. നമ്മൾ ഉറങ്ങിയിട്ട് കൽബ് ഉറങ്ങിയിട്ടില്ല എന്ന് പറയാൻ നിൽക്കണ്ട.
നമ്മൾ ഉറങ്ങിയപ്പോൾ ഊതുണ്ടാക്കി തന്നെ വേണം. അത് കഴിഞ്ഞ് ചിലപ്പോൾ അരമണിക്കൂർ അങ്ങനെ കിടന്ന് നബി എഴുന്നേറ്റ് പിന്നെയും നിസ്കരിക്കും, ദീർഘമായി 4 റക്അത്ത് നിസ്കരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് കിടക്കും. അപ്പോഴും ആയിഷ ബീബി നബി നിങ്ങൾ ഉറങ്ങുകയാണോ? ഒറ്റ ആയിട്ടില്ലല്ലോ. ഇല്ല ആയിഷ, കണ്ണേ ഉറങ്ങിയിട്ടുള്ളൂ, കൽബ് ഉറങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എണീക്കും, 3 റക്അത്ത് നിസ്കരിക്കും, അങ്ങനെ 11. ഇതാണ് നബിയുടെ നിസ്കാരം. അപ്പോൾ ഒരു ഇശാസ്കാരം കഴിഞ്ഞൊരു 9 മണിക്ക് തുടങ്ങിയാൽ ഏതാണ്ട് 4 മണി 4:15 മണി വരെ നബിയുടെ നിസ്കാരം ഉണ്ടാവും. 11 റക്അത്ത്. ഇടയ്ക്ക് ചിലപ്പോൾ അരമണിക്കൂർ കിടക്കുമെന്ന് വിശ്രമിക്കും, എഴുന്നേറ്റ് വീണ്ടും നിസ്കരിക്കും. ഒരാൾക്ക് ഇങ്ങനെ ദീർഘമായി നിസ്കരിക്കാൻ പ്രയാസമുണ്ട്, എന്നാൽ അത്ര സമയം നിസ്കരിക്കാൻ ആഗ്രഹവുമുണ്ട്. അയാൾ അടുത്ത് തക്ബീർ ഇടാൻ കെട്ടിനാണ് നോക്കുക, പോണത്തോളം പോട്ടെയാണ്. കുറേ ആണ്ട് ഓതി ക്ഷീണം വന്നപ്പോൾ കുഴിക്കാണ്ട് പോയി അത്തഹിയ്യാത്തിൽ ഇരുന്ന് സലാം വീട്ടി. റക്അത്തിന് എണ്ണം അയാൾ പരിഗണിച്ചില്ല. ചിലപ്പോൾ 3 ആവും, ചിലപ്പോൾ 5 ആവും, ചിലപ്പോൾ 9 ആവും, ചിലപ്പോൾ 15, ചിലപ്പോൾ 35 ആവും, എത്ര നോക്കിയില്ല. എങ്കിൽ അതിന് വിരോധമില്ല എന്നേ അവരൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം തറാവീഹ് നിസ്കരിച്ചത് 1 റക്അത്താണ്, ഒരു ദിവസം, എന്നല്ല. തക്ബീർ ചൊല്ലി ഫാത്തിഹ ഓതി ഖുർആൻ തലക്കുന്നത് ബഖറ തുടങ്ങി, സൂറത്തുൻ നാസില കൊണ്ടുപോയി അവസാനിച്ചത്. അപ്പോഴേക്ക് സുബഹി ആയിട്ടുണ്ട്, കഴിഞ്ഞു. 1 റക്അത്ത് ഖുർആൻ പൂർണ്ണമായും ഓതി 1 റക്അത്തിന് ഒരു ദിവസം ഉണ്ടായതാണ്. അപ്പം അങ്ങനെ ഒരാൾ നിസ്കരിക്കുന്നുവെങ്കിൽ ആ റക്അത്തിന് എണ്ണം പരിഗണിക്കേണ്ടതില്ല എന്നേ പണ്ഡിതന്മാർ പറഞ്ഞുള്ളൂ. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഖിറാഅത്തിന് ദൈർഘ്യം കൂടുമ്പോൾ റക്അത്തിന്റെ എണ്ണം കുറയുന്നു. ഖിറാഅത്തിന്റെ ദൈർഘ്യം കുറയുമ്പോൾ റക്അത്തിന്റെ എണ്ണം കൂടുന്നു. ആദ്യത്തേതാണ് എനിക്കിഷ്ടം. അഥവാ എണ്ണം കൂടാതെ എണ്ണം കുറയ്ക്കുക, റക്അത്തിന് നീളം കൂട്ടുക, അതാണ് എനിക്കിഷ്ടം എന്ന് ഇമാം ഷാഫി പറഞ്ഞത്. ഇമാം ബൈഹഖി ഉദ്ധരിച്ചത് ഇമാം അസ്ഖലാനി ഫത്ഹുൽ ബാരി 6-ാം വാള്യത്തിൽ കിതാബു തറാവീഹ് എന്ന അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നു. മാലിക്കി മദ്ഹബിൽ 36 റക്അത്ത് കാണാൻ പറ്റും, 39 അഭിപ്രായമുണ്ട്. ഇമാം തിർമിദി പറഞ്ഞു, അക്സറു മാ ഖീല ഫീഹി അന്നഹു 41. പറയപ്പെട്ട എണ്ണങ്ങളിൽ ഏറ്റവും അധികമുള്ളത് 41 ആകുന്നു. അപ്പോൾ 41 റക്അത്ത് നിസ്കരിക്കുന്ന മനുഷ്യന്മാരും അന്നുണ്ടായിട്ടുണ്ട്. 54 റക്അത്ത് ഹംബലി മദ്ഹബിൽ അഭിപ്രായമുണ്ട്, ഫത്ഹുൽ ബാരി കാണാം. ലോകത്ത് ഹറമുകളിൽ 1000 കൊല്ലമായിട്ട് 20 റക്അത്താണ്, അല്ല, പല രൂപത്തിലുണ്ടായിട്ടുണ്ട്. 2 ഹറമിൽ 2 രൂപത്തിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ ചർച്ചയിൽ നിന്നാണ്. നമ്മുടെ നാട്ടിൽ ആ തലമേ അല്ല ചർച്ച. ഇവിടെ തറാവീഹ് എന്ന് പറഞ്ഞാൽ 20, 11 പറ്റൂല, 35 പറ്റൂല, ഒന്നും പറ്റൂല. അത് സുന്നത്താണ് സ്ഥാപിക്കുകയും അതിനപ്പുറമുള്ളൊക്കെ 11 തറാവീഹേ അല്ല, അത് വിത്റാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ 20 ബിദ്അത്തായി മാറുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മാത്രത്തിന് ഒച്ചപ്പാടുണ്ടായത്. സമസ്തക്കാർ നിലപാട് എന്ന് മാറ്റിയോ അന്ന് നമുക്ക് ആ പണി നിർത്താം. അതല്ലാത്ത കാലത്ത് അത് ബിദ്അത്താന്ന് പറയേണ്ടി വരും. ഇനി വിശദമായി അറിയാൻ തറാവീഹ് വിഷയത്തിൽ AP സുന്നികളുമായി നമ്മൾ നടത്തിയ വാദപ്രതിവാദമുണ്ട്. യൂട്യൂബിൽ കയറി തറാവീഹ് സംവാദം ഇത് സെർച്ച് ചെയ്താൽ ഇത് കിട്ടും. ഏതാണ് 4 മണിക്കൂർ നിൽക്കുന്ന പുത്തമ്പള്ളി അടുത്ത് പരൂർ എന്ന പ്രദേശത്ത് നാട്ടിലെ പ്രധാനിയായ മനുഷ്യൻ മുജാഹിദായി മാറിയപ്പോൾ അയാളെ വീട്ടിൽ വെച്ച് സംഘടിപ്പിച്ച സംവാദമാണ് തറാവീഹ് സംവാദം. സെർച്ച് ചെയ്താൽ കിട്ടുന്നത് ഏതാണ്ട് 4 മണിക്കൂർ സമയം വിശദമായി ഈ പറയപ്പെട്ട എല്ലാ അഭിപ്രായം അവിടെ വായിക്കുന്നുണ്ട്. അതൊരു പുതിയ ഇൽമായിട്ട് ഇപ്പോൾ മക്കത്തിന് കിട്ടിയൊന്നുമല്ല, അത് 1000 കൊല്ലത്തെ കിതാബിലുള്ള ചർച്ച തന്നെയാണ്. ഇമാം സയ്യൂത്തി റഹിമഹുല്ലാഹ് ഷാഫി മദ്ഹബുകാരനാണ്. ഷാഫി മദ്ഹബിൽ തറാവീഹ് 20, വിത്ർ 3, 23 അദ്ദേഹത്തിന് അൽ ഹാബി ഫത്താവ എന്ന കിതാബിൽ അദ്ദേഹം ചർച്ച കൊണ്ടുവരുന്നുണ്ട്, അൽ മസാബീഹു ഫീ സ്വലാത്തി തറാവീഹ് എന്ന പേരിൽ. ആ അദ്ദേഹം ആരംഭിക്കുന്നത് ഫഖദ് സുഇൽതു മർറാത്തിൻ ഹൽ സല്ലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തറാവീഹ ഇസ്ഇ റക്അ കൽ മഅഹൂദത്തിൽ ആൻ. ഇന്ന് പതിവുള്ളത് പോലെ 20 റക്അത്ത് തറാവീഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് പല പ്രാവശ്യമായി എനിക്ക് ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നു. വ അന ഉജീബു, ഞാൻ മറുപടി പറയുന്നു, ബില്ലാ, ഇല്ല എന്നാണ് എൻ്റെ മറുപടി. ഇല്ലെന്നു മാത്രം പറഞ്ഞു നിർത്തിയാൽ അവർക്ക് തൃപ്തിയാവുക ഇല്ല. അതുകൊണ്ട് ഒരൽപ്പം വിശദമായി തന്നെ ഞാനത് വിശദീകരിക്കാം എന്ന് പറഞ്ഞ് തറാവീഹുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടും അദ്ദേഹം ചർച്ച ചെയ്യുന്നു. അത് അദ്ദേഹം പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസമോ 4 ദിവസമോ ആണ് ജമാഅത്തായി നിസ്കരിച്ചത്. ആ ജമാഅത്തിൽ പങ്കെടുത്ത സ്വഹാബിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞത് ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ അദ്ദേഹത്തെ സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കുന്നു, നബിയുടെ കൂടെ ഞങ്ങൾ നിസ്കരിച്ചത് 11 ആകുന്നു എന്ന് ജാബിർ പറയുന്നുണ്ട്. 20 ആണെന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്, പക്ഷേ സ്വഹീഹ് അല്ല, ദുർബലമാണ്. ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ കാണുന്ന നബി തങ്ങൾ 20 റക്അത്തും വിത്ർ നിസ്കരിച്ചു, അത് ദുർബലമാണ്, ദഈഫാണ്. ദഈഫുൻ ജിദ്ദ ലാ തഖൂമു ബിഹി ഹുജ്ജ, അങ്ങേയറ്റം ദുർബലമാണ്, തെളിവിനോട് നിൽക്കുന്നത് പര്യാപ്തമല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാ ചർച്ചയും നടത്തി അവസാനം അദ്ദേഹം പറയുന്നു, വൽ ഹാസിൽ, ഈ ചർച്ചയുടെ ആകത്തുക അന്നൽ ഇസ്ഈന ലം തസ്ബുത് മിൻ ഫിഅലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ പ്രവൃത്തിയിൽ 20 എന്നത് സ്ഥിരപ്പെട്ടിട്ടേ ഇല്ല എന്നാണ് ഈ ചർച്ചയുടെ ആകത്തുക. ഉമർ ഖത്താബ് നടപ്പാക്കിയതും 11 ആണ്. ഇമാം മാലിക് പറയുന്നു, അല്ലദീ ജമഅ അലൈഹി ഉമറുൻ നാസ അഹബ്ബു ഇലയ്യ വഹിയ 11 വഹിയ സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അദ്രി മിൻ ഐന ഉഹ്ദിസ ഹാദാ റുകൂഉൽ കസീർ.
ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ സംഘടിപ്പിച്ച് നിർവഹിച്ച ജമാഅത്ത് 11 റക്അത്താണ്. അതാണ് നബിയുടെ നിസ്കാരം. അധികമുള്ള റക്അത്ത് പിന്നെ എവിടുന്ന് വന്നു എനിക്കറിയില്ല എന്ന് ഇമാം മാലിക് പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടി സുയൂത്തി റഹിമഹുല്ലാഹ് എടുത്തു കൊടുക്കുന്നുമുണ്ട്. പിന്നെ 11 നിസ്കരിക്കാവുന്ന ഹദ്ദില്ലല്ലോ എന്ന ന്യായത്തിൽ നിന്നാണ് മുമ്പോട്ട് പോകാം എന്ന ചർച്ച വന്നത്. അതാണ് ഇപ്പോൾ വാട്സപ്പിൽ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇങ്ങനെ വ്യാപകമായിട്ട് ചർച്ച. അതിലിങ്ങനെ കാണാം, എണ്ണം നിശ്ചയിക്കുന്ന ഒന്നും നബി എന്ന് വന്നിട്ടില്ല എന്ന് ഇമാം അഹ്മദ് പറഞ്ഞിരിക്കുന്നു. അതായത് ഇത്രയേ നിസ്കരിക്കാവൂ എന്ന് ഒരു ഹദീസില്ല. നബി നിസ്കരിച്ചത് എത്രയാ 11 ചർച്ചയില്ല. അതുകൊണ്ട് നീ കൂടാൻ പറ്റൂലേ, അത് മറ്റൊരു വശം. ഏറ്റവും ശ്രേഷ്ഠം, ഏറ്റവും അഫ്ദൽ, ഏറ്റവും ശരി എന്താണ്? നബി ചെയ്തത് 11 ഖലാസ്, നമുക്കത് മതി. ഉമർ ഖത്താബ് ചെയ്ത് 11 നമുക്കത് മതി. പിന്നെ ഉമർ ഖത്താബിന്റെ കാലത്ത് ആളുകൾ റിപ്പോർട്ടുണ്ട്, സ്വഹിയാണോ സ്വഹിയല്ലേ എന്നൊക്കെ വ്യത്യസ്ത ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഇമാം മാലിക്കിന്റെ മുവത്തയിൽ ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഉമർ ഖത്താബിന് നടപ്പാക്കിയ ഔദ്യോഗിക ജമാഅത്ത് 11 എന്ന് തന്നെ സ്വഹിയായി വരുന്നു. അപ്പം ഇനി ഏറെ പോകാം എന്ന് വന്നാൽ തന്നെ അതൊരു വിഷയമാക്കേണ്ട കാര്യമില്ല. 11 ഏറ്റവും ശ്രേഷ്ഠം. നമ്മുടെ നാട്ടിലെ 11, നമ്മുടെ നാട്ടിലെ 20 ഈ പറഞ്ഞ 20 അല്ല. ഈ ചർച്ചയിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റില്ല. ആ 20 ബിദ്അത്ത് തന്നെയാണ്. ആ നിലപാടിൽ അവർ നിൽക്കുന്ന കാലത്തോളം അത് ബിദ്അത്താന്ന് പറയാൻ നമുക്ക് പ്രയാസമില്ല. മുജാഹിദുകൾ ഒത്തിരി കാലം പറഞ്ഞതും അതാണ്, ഇനിയും ഇൻഷാ അല്ലാഹ് പറയാൻ പോണതും അത് തന്നെയാണ്. അല്ലാഹു അഅലം.